നമസ്കാരം. ഞാൻ ലക്ഷ്മി ടീച്ചറാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതേവരെ ചിത്രരചന ക്ലാസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഇതേവരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വേനലവധിക്ക് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഒരു ആർട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ കുട്ടികളൊന്നും തുടങ്ങി 4 വരെയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി, അറിയാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കാം. അതിലൂടെ എനിക്കും ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടാവുക. നിങ്ങൾക്കും അവധിക്കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് പഠിക്കാനുള്ളൊരു അവസരവും കൂടി ഉണ്ടാവണം, അല്ലേ? അപ്പോൾ എന്താണ് ആർട്ട്, എന്താണ് ചിത്രകല? ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും, അല്ലേ? ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ചിലർക്ക് തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിരിക്കും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിരിക്കും. അതൊക്കെ ഒരു കഴിവാണ് കേട്ടോ, അതും ഒരു ആർട്ടാണ്. അപ്പോൾ അതുപോലെ ചിലർക്ക് പടം വരച്ച് അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്നു. അതിനേക്കാളും ഉപരി ആ വരച്ച ആൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അതായത് എൻ്റെ എന്ന് മാത്രമല്ല, എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇടകലർന്ന് വരുന്നതാണ് നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു സങ്കടം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കാതെ നമ്മൾ ഇതിൽ മുഴുകുകയാണെങ്കിൽ, അതായത് ചിത്രരചന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആർട്ടിൽ മുഴുകുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ പറ്റും. നമുക്ക് കുറേ സങ്കടങ്ങൾ മറക്കാൻ കഴിയും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് ഈ ചിത്രരചനയെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും തോറും നമുക്ക് സന്തോഷം കൂടി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ ചിത്രരചന ഒരിക്കലും കഴിയുന്നില്ല. ഞാൻ ചിത്രരചന മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആർക്കും, ഏറ്റവും വലിയ ചിത്രകാരന് പോലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിനൊരു അന്ത്യമില്ല. ചിത്രരചനയിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. മക്കൾക്ക് കുറേ കേട്ടിട്ടുണ്ടാവും ചിത്രരചന: പെൻസിൽ ഡ്രോയിങ്, കളർ പെൻസില്, വാട്ടർ കളറ്, ഓയിൽ പെയിൻറ്റിങ്, അക്രിലിക്ക്, അങ്ങനെ ഒരുപാട്, ഫാബ്രിക് പെയിൻറ്റ്, പെൻ ഡ്രോയിങ്, അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. ഇനിയും അറിയാത്ത ഒരുപാട് മേഖലകളുണ്ട്. അത് മാത്രമല്ല ചിത്രരചന ഇപ്പോൾ അക്രിലിക്കിൽ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്, അതേപോലെ പല പല ആർട്ട് ഫോംസ് ഉണ്ട്. പലതരം അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്, ചിലപ്പോൾ മ്യൂറലിൽ എക്സ്പേർട്ടായ ആൾക്ക് ചിലപ്പോൾ പെൻസിൽ ഡ്രോയിങ് പറ്റില്ലായിരിക്കും. അങ്ങനെ അതിൽ തന്നെ പല പല എക്സ്പേർട്ടുകളുണ്ട്, പല പല മേഖലകളുണ്ട്. നമ്മുടെ മേഖല ഏതാണെന്ന് നമ്മൾ കുറച്ച് വരച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടാതെ ചിത്രരചന, പെൻസിൽ ഡ്രോയിങ് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പെയിൻറ്റിങ് മാത്രം